ഹലോ ഗൈസ്, ഇതൊരു ഈവനിങ് വ്ലോഗാട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങുക വിചാരിച്ചു. പുറത്തിറങ്ങിയപ്പോൾ പെരും മഴയാട്ടോ. അതാട്ടോ ഞങ്ങളെല്ലാവരും കൂട്ടിലാണ് തുള്ളി. അതിനിടെ മഴ നനയില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകട്ടോ. പെരും മഴയാണേ കണ്ടോ, പെരും മഴ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തി ലാബിലേക്കാട്ടോ, മൈക്രോ ലാബിലേക്ക് എത്തി. അവിടെ തന്നെ റിസൾട്ട് വാങ്ങി ഞാൻ വരുമ്പം രണ്ടുപേരും മഴയും കൊണ്ട് കാത്തിക്കോ വണ്ടിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ പേരെ കണ്ടു. ഞാനതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ സ്കൂൾ ഡേയ്സ് അടയാകുമ്പോൾ നമ്മൾ ഇതുപോലെ മഴയത്തൊക്കെ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് കേട്ടോ നമ്മൾ കാണുമ്പോൾ. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി, രണ്ട് കാര്യത്തിൽ അമ്പലത്തിൽ പോയി. ഒന്ന് തൊഴാനും ഒന്ന് പെണ്ണിന് ചോറ് കൊടുക്കേണ്ട ഡേറ്റ് അറിയാനും. ഞങ്ങൾ പോയ സമയത്ത് നടയൊന്നും തുറന്നില്ല. പിന്നെ അവസാനം ഞങ്ങൾ നടയൊക്കെ തുറന്ന് ശേഷം പ്രാർത്ഥിച്ചു, വഴിപെടെല്ലാം കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും തേജപ്പനാണെങ്കിൽ ഫുൾ കളി. എന്താ പറയുക, പുള്ളിക്കാരൻ്റെ അടുത്ത് ഫുള്ള് കളിയാണ്. എങ്ങനെയാണ് വരേണ്ടത്. എൻ്റെ അവസാനം ഞാൻ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് വരിക. അത് ഞാൻ തേജപ്പനോട് ഇരിക്കണം കേട്ടോ, ഓട്ടി ഇരിക്കണം എന്നുള്ള ഒറ്റ ടെൻഡൻസി. അപ്പോൾ നിട്ട വീടെത്തുന്നത് അങ്ങനെ പുള്ളിക്കാരനെ കൂട്ടി ഞാനിങ്ങ് ഇറങ്ങി. തൊഴുതെല്ലാം കയറി ഞങ്ങളിങ്ങ് ഇറങ്ങി പയ്യെ. പുള്ളിക്കാരനെ കണ്ടോ, അവിടെ ഇരുന്ന് ഒരേ അലമ്പാണ്. ഇരിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് പുള്ളിയിരുന്ന് അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഭയങ്കര വണ്ടി കേട്ടോ, ഭയങ്കര വണ്ടി നമുക്ക് ക്രോസ് ചെയ്യാൻ. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പയ്യെ ക്രോസ് ചെയ്തു. അവിടെ നിന്ന് പയ്യെ ക്രോസ് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ക്രോസ് ചെയ്ത് ഈ വശത്തേക്ക് വന്നിട്ട് ரொம்ப വണ്ടിയില്ല, നമുക്ക് വരാൻ പറ്റത്തില്ല, ഫുൾ ഇതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പെട്രോൾ പമ്പിലേക്കാട്ടോ. പുള്ളി അവിടെ നലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വരേണ്ടതറിയില്ല. ഒന്ന് അവസാനം ലാസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. ഭയങ്കര അത് നേരെ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് പോയി കേട്ടോ. പെട്രോൾ പമ്പിൽ പോയ കാലം വണ്ടിയിൽ എണ്ണയിലാണ് മെയിൻ സത്യം. അങ്ങനെ വണ്ടിയിൽ എണ്ണയെല്ലാം അടിച്ച് ഞങ്ങൾ നേരെ നമ്മുടെ വഴിയോര റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരുന്നു. ഞാനാണെങ്കിൽ മടുത്തിരിക്കുവാണേ. ഞങ്ങൾ വഴിയോര റെസ്റ്റോറൻറ്റിലെത്തി ചായ കുടിച്ച് പുറത്തിറങ്ങിയിരിക്കുവാണേ. ഇതാട്ടോ വഴിയോര റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മളിന്ന് ഏകദേശം നമ്മൾ ഇവിടുത്തെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തിരിക്കുക. പിന്നെ അമ്മയ്ക്കും പിന്നെ ചേട്ടായിക്കും വൈകുന്നേരത്തേക്ക് അമ്മയ്ക്ക് ഇതിൽ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് ഓർഡർ ചെയ്ത സാധനം വാങ്ങാൻ വേണ്ടി പോകണേ. ഞാനും തേജപ്പനും പുറത്തിരിക്കുക. തേജപ്പം കൊണ്ട് സ്പ്രൈറ്റെല്ലാം പിടിച്ച് പുള്ളി ആകപ്പാടെ എക്സൈറ്റിലാണ് ഇരിക്കുന്നത്.